വിശദമായ വാർത്തയിലേക്ക്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് പേരുകൾ കൈമാറി ഗവർണറും സർക്കാരും. ചാൻസലർ സെർച്ച് കമ്മിറ്റിയിലേക്ക് 8 പേരുകൾ നൽകി. IIT, NIT ഡയറക്ടർമാരുൾപ്പെടെ പട്ടികയിലുണ്ട്. സംസ്ഥാന സർക്കാർ 10 പേരുടെ പട്ടികയാണ് അറ്റോർണി ജനറലിന് കൈമാറിയത്. വിവരങ്ങളുമായി ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, എത്ര പേരുടെ പട്ടിക, ആരൊക്കെയാണ് പട്ടികയിലുള്ളത്? നിലവിൽ ഇതിനകം തന്നെ 18 പേരുടെ പേരുകളാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സെർച്ച് കമ്മിറ്റിയിലേക്ക് 10 പേരുടെ പേരുകളും ഗവർണർ 8 പേരുടെ പേരുകളുമാണ് നൽകിയിരിക്കുന്നത്. ഗവർണർ നൽകിയിരിക്കുന്നവരിൽ ഏറെയും കേരളത്തിന് പുറത്തുള്ളവരാണ് എന്നുള്ള കാര്യം തന്നെയാണ് ശ്രദ്ധേയം. NIT, IIT ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ ഗവർണർ കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഗവർണറുടെ നടപടി തെറ്റായിപ്പോയി. കാര്യം സംസ്ഥാന സർക്കാർ നൽകുന്നതിന്റെ പേരുകൾക്ക് പുറമെ താൽക്കാലിക VCമാരെ നിയമിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ പോലും ഒരു ശാശ്വതമായ പരിഹാരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ഇടപെട്ടത്. അതായത് സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ നേരിട്ട് വെക്കുകയാണ്. വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള, സ്ഥിരം വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള ഒരു സെർച്ച് കമ്മിറ്റിയാണ് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ചപ്പോഴും സംസ്ഥാന സർക്കാരുമായി ഗവർണറുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം വിശദമായ പേരുകൾ സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് പേരുകൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ പേരുകൾ കൂടാതെ UGCയുടെ നോമിനി കൂടിയുണ്ട്. ഇതുകൂടി ഉൾപ്പെടുത്തി ഒരു പാനൽ, സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പാനൽ തയ്യാറാക്കുന്നത് സുപ്രീം കോടതി തന്നെയായിരിക്കും. സുപ്രീം കോടതി വൈകിട്ടോടുകൂടി ഈ കേസ് പരിഗണിക്കും.